എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ പുരോഗതി എസ് രഞ്ജിത്ത് നമ്മളുമായി വിലയിരുത്തും. എസ് രഞ്ജിത്ത്, വടക്കൻ സംസ്ഥാനങ്ങളിൽ പൊതുവെ പോളിംഗ് കുറവാണ്, പക്ഷേ തമിഴ്നാട്ടിൽ കനത്ത പോളിംഗ് ആണ്. എന്താണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി? നിലവിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ പോളിംഗ് മന്ദഗതിയിൽ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാവിലെ മിക്കയിടത്തും ബൂത്തുകളൊന്നും അത്രത്തോളം സജീവമല്ലാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ. ഇപ്പോൾ തുടർച്ചയായി ഉണ്ടായ കലാപത്തിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ മണിപ്പൂരിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ 2 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്നത്. ഇതിലൊരു മണ്ഡലം BJPയുടെ കൈവശമാണ് നിലവിലുള്ളത്, മറ്റൊന്ന് NPFന്റെ കൈവശമാണ് ഇപ്പോഴുള്ളത്. ഈ 2 മണ്ഡലങ്ങളിലും മെയ്തൈ വിഭാഗത്തിന് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അതായത് ഈ കലാപവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്ന് കരുതുന്ന നിഷ്പക്ഷരായ ആളുകളുടെ വോട്ടിലാണ് കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുൻനിർത്തിയുള്ള ഒരു പ്രചരണമാണ് അവിടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഈ കുക്കി വിഭാഗത്തിൻ്റെ ഒരു നിലപാട്, കുക്കി ഗോത്രം ആർക്കനുകൂലമായി വോട്ട് ചെയ്യും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരിക എന്നതും പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് മേഘാലയയാണ്. മേഘാലയയിലും 2 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വിധി എഴുതുന്നത്. അവിടെ കോൺഗ്രസും അതുപോലെ തന്നെ NPPയും നേർക്കുനേർ പോരാടുന്ന ഒരു സംസ്ഥാനമാണ്. കോൺഗ്രസ് 1 സീറ്റും അതുപോലെ തന്നെ NPPയുടെ കൈവശം 1 സീറ്റും നിലവിലുണ്ട്. മറ്റൊന്ന് മിസോറാമാണ്. മിസോറാമിൽ MNFും അതുപോലെ തന്നെ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം. അവിടെ 1 സീറ്റിലാണ്, മിസോറാമിൽ 1 സീറ്റിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് ശക്തമായ സാന്നിധ്യമായി കോൺഗ്രസ് ഉണ്ട്. ഒപ്പം തന്നെ BJPയും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അസമിലാണ്. അസമിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നിലവിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ 4 എണ്ണം നിലവിൽ BJPയുടെ കൈവശമാണ്, 1 എണ്ണം മാത്രമാണ് കോൺഗ്രസിൻ്റെ കൈവശം ഇപ്പോഴുള്ളത്. അവിടെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് ജോർഹട്ട് മണ്ഡലത്തിലാണ്. അവിടെ 2 തവണ നിലവിൽ BJPയുടെ കൈവശമാണ് ഈ മണ്ഡലം ഉള്ളത്. അവിടെ 2 തവണ ജയിച്ച തപൻ ഗൊഗോയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ഗൗരവ് ഗൊഗോയ് അവിടെ രംഗത്തെത്തിയതോടുകൂടി അവിടെ ഒരു പ്രവചനാതീതം എന്ന നിലയിൽ അവിടുത്തെ മത്സരം മാറുകയാണ്. BJPയെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ജോർഹട്ട് എന്ന് പറയുന്നത്. ഇതിന് പുറമെ ആൻഡമാൻ നിക്കോബാറിൽ 1 ലോക്സഭാ സീറ്റാണുള്ളത്. അവിടെ കോൺഗ്രസിൻ്റെ കൈവശമാണ് ആ മണ്ഡലമുള്ളത്. ആ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. സിക്കിമിൽ പ്രധാനമായും സിക്കിം ക്രാന്തികാരി മോർച്ച ആണ് ഇപ്പോൾ നിലവിലുള്ള ഒരു മണ്ഡലം അവരുടെ കൈവശമാണുള്ളത്. ആ മണ്ഡലം തുടർന്നും നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന് ത്രിപുരയിലാണ് ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത്.